നമസ്കാരം. മലയാള സിനിമയിലെ സൂപ്പർ താരമാണ് മഞ്ജു വാര്യർ. തന്റെ അഭിനയ മികവ് കൊണ്ട് മലയാളികളുടെ മനസ്സിൽ എന്നേക്കുമായി ഇടം നേടിയ നടിയാണ് മഞ്ജു. കലോത്സവ വേദികളിലൂടെ മഞ്ജു വാര്യർ സിനിമയിൽ എത്തുന്നത് അധികം വൈകാതെ തന്നെ മലയാളത്തിലെ മുൻനിര നായികയായി മാറാൻ മഞ്ജുവിന് സാധിച്ചു. പിന്നീട് സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുകയായിരുന്നു മഞ്ജു വാര്യർ. 20 വർഷത്തോളം സിനിമയിൽ നിന്നും പൂർണ്ണമായും മഞ്ജു വിട്ടുനിന്നു. എന്നാൽ തിരിച്ചുവന്ന മഞ്ജുവിനെ അതേ സ്നേഹത്തോടെ തന്നെയാണ് മലയാളികൾ സ്വീകരിച്ചത്. നിർത്തിയിടത്തു നിന്നും തുടങ്ങുകയായിരുന്നു മഞ്ജു. സിനിമയ്ക്ക് അകത്തും പുറത്തും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന താരമാണ് മഞ്ജു. രമേശ് പിഷാരടിയും കുഞ്ചാക്കോ ബോബനും ഒക്കെ മഞ്ജുവിന്റെ സുഹൃത്തുക്കളാണ്. ഇടയ്ക്ക് തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം യാത്ര പോകുന്ന ചിത്രങ്ങളെയും വീഡിയോകളുമെല്ലാം മഞ്ജു പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോഴിതാ തന്റെ സൗഹൃദങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജു. ഒരു ടെലിവിഷൻ ഷോയിൽ അതിഥിയായി എത്തിയപ്പോഴായിരുന്നു താരം ഇതേക്കുറിച്ച് സംസാരിച്ചത്. ഈ ഷോയിലെ വിധികർത്താവായിരുന്നു പിഷാരടി. ഷോയിൽ അതിഥിയായി എത്തിയ ബൈജുവുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും പിഷാരടിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും മഞ്ജു പറയുന്നുണ്ട്. ഈ സൗഹൃദങ്ങൾ എപ്പോഴും എങ്ങനെ സംഭവിച്ചു എന്നൊന്നും തനിക്ക് ഓർമ്മയില്ലെന്നാണ് മഞ്ജു പറയുന്നത്. പിഷാരടിയുമായി ഒരുമിച്ച് സിനിമകളിൽ അഭിനയിച്ച ബന്ധമൊന്നുമില്ല. ഒരുമിച്ച് സിനിമകൾ ചെയ്തിട്ടേയില്ല. എന്നാൽ തങ്ങൾ ഒരുമിച്ച് കുറേ യാത്രകൾ ചെയ്തിട്ടുണ്ടെന്നും ഇറ്റലിയിലേക്ക് നടത്തിയ യാത്രകളിൽ കുഞ്ചാക്കോ ബോബനൊക്കെ ഉണ്ടായിരുന്നുവെന്നും മഞ്ജു പറയുന്നു. എല്ലാവരുടെയും കുടുംബം ഒന്നിച്ചുള്ള ആ യാത്രകളൊക്കെ മനോഹരമായിരുന്നുവെന്നാണ് മഞ്ജു വാര്യർ പറയുന്നത്. രമേശ് പിഷാരടി മഞ്ജുവിനെ കുറിച്ചുള്ള ചില രഹസ്യങ്ങളും ഷോയിൽ പറയുന്നുണ്ട്. മഞ്ജു ആൾമാറാട്ടം നടത്തി ജനങ്ങളിലേക്ക് ഇറങ്ങിയതിനെ കുറിച്ചാണ് രമേശ് പിഷാരടി പറഞ്ഞത്. എന്നാൽ പിഷാരടി ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അതൊന്നും ഇവിടെ പറയല്ലേ പിഷു എന്ന് മഞ്ജു പറയുന്നുണ്ട്. എന്നാൽ ആ സംഭവത്തെക്കുറിച്ച് പിഷാരടി പറയുന്നുണ്ട്. ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ തിരിച്ചറിയാൻ കഴിയില്ല. കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് ധരിച്ച് ഒരു മാസ്കും തൊപ്പിയും വെച്ചിറങ്ങിയാൽ മഞ്ജുവിനെ ആരും തിരിച്ചറിയില്ല. അങ്ങനെ പലയിടങ്ങളിലും മഞ്ജു പോകാറുണ്ട്. ഞാനും കുഞ്ചാക്കോ ബോബനും ഉണ്ടെങ്കിൽ മഞ്ജു പെടും. ഞങ്ങൾ എത്ര തൊപ്പി വെച്ചാലും ആളുകൾ തിരിച്ചറിയും. കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ആരെങ്കിലും വരുമ്പോൾ മഞ്ജു ഉണ്ടെന്ന് പറഞ്ഞ് മഞ്ജുവിനെ പിടിച്ചു നിർത്തി ഫോട്ടോ എടുപ്പിക്കുമെന്നും പിഷാരടി പറഞ്ഞു. അതേസമയം ബൈജു ചേട്ടനുമായുള്ള സൗഹൃദം എങ്ങനെ സംഭവിച്ചതാണെന്ന് ഓർമ്മയില്ലെന്നും ഒരുമിച്ച് വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ എപ്പോൾ എന്താവശ്യം വന്നാലും ഒരു ആവശ്യമില്ലെങ്കിലും വിളിച്ചു സംസാരിക്കുന്ന സൗഹൃദമാണ് എന്നും മഞ്ജു പറഞ്ഞു. ഷോയിൽ മനോജ് കെ ജയനും ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും വിളിക്കുന്നതെങ്കിലും സംസാരിച്ചു തുടങ്ങിയാൽ ആ അകൽച്ച ഇല്ല. ഇന്നലെ കണ്ടതുപോലെ എല്ലാ വിശേഷങ്ങളും പരസ്പരം പങ്കുവെക്കുന്ന സൗഹൃദമാണ് മനോജ് കെ ജയനുമായി ഉള്ളതെന്നുമാണ് മഞ്ജു പറഞ്ഞത്. അതേസമയം വെള്ളരിപ്പട്ടണമാണ് മഞ്ജുവിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. പക്ഷേ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു. മോഹൻലാൽ നായകനായ എമ്പുരാനാണ് മഞ്ജുവിന്റെ പുതിയ സിനിമ. മലയാളത്തിന് പുറത്ത് തമിഴിലും സജീവമായി മാറുകയാണ് മഞ്ജു വാര്യർ. തമിഴിൽ രജനീകാന്ത് ചിത്രം വേട്ടയാടൻ, മിസ്റ്റർ എക്സ്, വിടുതലൈ പാർട്ട് 2 എന്നിവയാണ് മഞ്ജുവിന്റേതായി അണിയറയിലുള്ള സിനിമകൾ. ഹിന്ദിയിൽ അമൃക്കി പണ്ഡിറ്റ് എന്ന സിനിമയും തയ്യാറാകുന്നുണ്ട്.